എല്ലാവർക്കും സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ സൂററ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിലെ സൂററ്റ് എന്ന വമ്പൻ പട്ടണം, അതായത് രണ്ടാമത്തെ ഗുജറാത്തിലെ ഏറ്റവും വലിയ സിറ്റിയായ സൂററ്റിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നർമ്മദ നദിയുടെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ മുകളിലായാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഉള്ളത്. ഈ പാലത്തിൻ്റെ പേരും സർദാർ വല്ലഭായ് പട്ടേൽ ബ്രിഡ്ജ് എന്നാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു പാലമാണിത്. ഇത് മൊത്തം അങ്ങേ സൈഡിൽ ഒരു പാലം, ഇവിടെ ഒരു പാലം, അവിടെ 2 പാലം, അങ്ങനെ മൊത്തം 4 പാലങ്ങളാണ് നിരത്തി പണിതിരിക്കുന്നത്. 8 വരിയാണ്. 8 വരി ഇടതുവശത്ത് കാണാം, അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റണില്ല, കണ്ടില്ലേ? അങ്ങനെ വലിയ 1.5-2 കിലോമീറ്റർ 1-2 കിലോമീറ്റർ നീളമുള്ള വലിയൊരു പാലമാണ്. നമ്മൾ ഇനി നമ്മളുടെ യാത്ര, ഗുജറാത്തിലൂടെയുള്ള യാത്ര, ഇനി സൂററ്റിലേക്കാണ് നമ്മളുടെ യാത്ര. സൂററ്റ് പട്ടണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വമ്പൻ പട്ടണമാണ്. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയുടെ അകത്ത് കയറുന്നതിൻ്റെ ഒരു കൊച്ചി സിറ്റിക്കകത്ത് കയറുന്നതിൻ്റെ ഒരു 8 ഇരട്ടി തിരക്കുള്ള ഒരവസ്ഥയുണ്ട്. കൊച്ചിയുടെ അകത്തേക്ക് കയറിയാൽ തന്നെ നമുക്ക് ഒരു ദിവസം തീരും എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറിയുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. പാലം അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. പാലം അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. അവസാനിച്ച് കഴിഞ്ഞു. അവസാനിച്ചു കൊള്ളട്ടെ, അവസാനിപ്പിക്കട്ടെ, തുടിക്കട്ടെ, തുടിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞൊക്കെ അങ്ങനെ പോവുകയാണ് കേട്ടോ. പോലീസ് കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട് പോലീസ്. ഇത് കേട്ടോ, ആ 8 വരി എന്നെ കണ്ടോ മക്കളെ? 2 വരി, 5 വരി, 10 വരി കേട്ടോ. 8 വരി അല്ല, 10 വരി ആയിരുന്നു കേട്ടോ. അത് അപ്പുറത്തേ ഉള്ളൂ. നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ പാലം, ആ പുഴ നർമ്മദ കടന്ന് നമ്മൾ ഒരു ടോൾ ബൂത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് പറന്നു പോരാൻ എക്സ്പ്രസ് വേ അപ്പുറം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പൈസയിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല. 5 മണിക്കൂർ കൊണ്ട് ഇതിലെത്തുന്ന ഗ്യാപ്പ് നമുക്ക് അതിലെ 3 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാൻ കഴിയും. എന്നിട്ടും നമ്മൾ ഇതിലെ പോരുന്നത് ഇതുപോലുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് പോരുന്നതിന് വേണ്ടിയാണ്. കണ്ടോ, വെൽക്കം ടു നർമ്മദ ബ്രിഡ്ജ് ടോൾ പ്ലാസ, വെൽക്കം ടു നർമ്മദ ബ്രിഡ്ജ് ടോൾ പ്ലാസ. കണ്ടോ മക്കളെ, സത്യമായി തന്നെ പഠിച്ച് പറയുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത. തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അടുത്ത വീഡിയോയിൽ തെറ്റ് തിരുത്തി മുമ്പോട്ട് പോകുവാനും നമ്മൾ തയ്യാറാകും. അത് നമ്മളുടെ ഒരു ശൈലിയാണ്. എന്തായാലും ടോൾ ബൂത്തിലൊന്നും ഒത്തിരി നേരം തങ്ങേണ്ട ഒരു സാഹചര്യം ഇവിടെയില്ല. കാരണം അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻസർ പെട്ടെന്ന് തന്നെ ഇവിടെ ഓക്കെ ആവുന്നുണ്ട്, ഒത്തിരി താമസിപ്പിക്കില്ല. സാധാരണ വണ്ടി കൊണ്ടുവന്ന് പുറകെ കൊണ്ടിടും, അനക്കിക്കാൻ സമ്മതിക്കില്ല, ചേർത്തുണ്ടാ പുള്ളിട്ടു അല്ലേ. നമുക്ക് വണ്ടി ആ സെൻസറിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോയായിരുന്നു, കോല് വന്ന് ചാടും, നമ്മുടെ വണ്ടി കടക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നമ്മൾ ടോൾ ബൂത്ത് കടന്നിരിക്കുന്നു. ഇത് തിരക്കാണെന്ന് നോക്കി ഈശ്വര. ഈ ചരക്ക് കൂടെ എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കണേ. 1 മിനിറ്റിൽ കടന്നു പോകുന്ന ചരക്ക് വണ്ടികൾ മിനിമം 10 എണ്ണമാണ് മക്കളെ. ഞങ്ങളീ പോണ വഴിക്ക് നിങ്ങളൊന്ന് കാണണുണ്ടോ? ഈ കാണായ വികസനം ഗുജറാത്തിൽ എവിടെ നടക്കണം? ഇതെങ്ങോട്ട് നോക്ക്. ഞങ്ങൾ ഈ വണ്ടിയേക്കടെ പോകുന്നു. ഇവിടെ കാറാണോ കൂടുതൽ? ഇതാണോ? 6 വരി പാതയാണ് ഈ കാണുന്നത് അല്ലേ? നിങ്ങൾ കാണുന്നില്ലേ? ഇതിൻ്റെ അകത്ത് ട്രക്കില്ല, ഇത് തന്നെ ഈ പോണത്. ഇതെല്ലാം വികസനത്തിന് വേണ്ടി മാത്രം പോകുന്നതല്ലേ ഇല്ലേ? അല്ലെങ്കിൽ ഇത് നോക്ക്, കാറുകൾ എവിടെ? ഒരു 6 വരി പാതയല്ലേ ഇത്? വർഷങ്ങളായിട്ടുള്ളൊരു പാതയത്. കണ്ടെയ്നറും ട്രക്കുകളും മാത്രം
രണ്ട് സൈഡിലും അതെ, കാറൊന്നും ഇല്ലാന്ന്. ഇവിടെ ഒരു വയസ്സായ അമ്മച്ചി പെൺകൊച്ച കൈ പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ജീവിതം എന്തെല്ലാം നമ്മളെ കാണിച്ചു തരുന്നു അല്ലേ? ഇവിടെ തെങ്ങുണ്ടല്ലോ, വാഴയും തെങ്ങും ഗുജറാത്തിലുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അത് അറിയാൻ കഴിഞ്ഞത് വലിയ ഒരു അങ്ങകലെ മറ്റൊരു സിറ്റിയുടെ തെങ്ങ് നിൽക്കണുണ്ടോ, അത് അങ്ങകലെ മറ്റൊരു സിറ്റിയുടെ മനോഹരമായ കാഴ്ച. വീണ്ടും മേൽപ്പാലം കഴിഞ്ഞ അപ്പം തന്നെ അടുത്ത സിറ്റിയുടെ കാഴ്ചയാണ്. എൻ്റെ ട്രക്ക് കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്കി, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ട്രക്ക് ചരക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാഹനം പോക്ക് തന്നെയാണ്. ഏത് ലെവലിലെടുത്താലും സ്കൂട്ടറും കാറും ഓട്ടോറിക്ഷയും ജീപ്പൊന്നും ഇല്ല. വെൽക്കം ടു ബറൂച്ച് സൂറത്ത് സെക്ഷൻ ഓഫ് NH48. നമ്മൾ NH8 നിന്ന് സൂററ്റിലേക്കുള്ള NH48 കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ട്രക്കുകളുടെ സംസ്ഥാന സമ്മേളനമാണ്. ഇത് മുഴുവൻ ചരക്കുകളാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ചരക്ക് ഗതാഗതം എത്രത്തോളം അത്യാവശ്യമാണെന്ന് വീതി കൂടിയ ഈ റോഡിലൂടെ ട്രക്കുകൾ പോകുമ്പോൾ മനസ്സിലാക്കാം. റോഡുകൾക്ക് വീതി കൂട്ടിയപ്പോൾ ചരക്ക് ഗതാഗതവും സ്പീഡിലായി, നാടിൻ്റെ വികസനവും പെട്ടെന്നായി. അങ്ങനെയാണ് നമ്മുടെ നാട് കുതിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്, ചായക്കടയുടെ ഫ്രണ്ടിൽ കിടന്ന ട്രക്ക് നോക്ക്. ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ ചായ കുടിക്കാൻ നിർത്തിയിരിക്കുന്ന ട്രക്കുകളാണ് മക്കളെ കാണുന്നത്. 50 അല്ല 100 അല്ല, സത്യമല്ലേ? ഇങ്ങോട്ട് നോക്ക്. ഓരോ വീഡിയോയിലും ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇതൊക്കെ ഫാക്ടറികളും കെട്ടിടങ്ങളൊക്കെ അല്ലേ, എല്ലാം കമ്പനികളാണ്. വ്യവസായ മേഖല എന്ന് പറഞ്ഞാൽ ഇത് വ്യവസായ മേഖലയാണ്. ഇഷ്ടിക കളം മുതൽ കിയയുടെ ആപ്പിളിന്റെ പ്ലാന്റ് വരെ ഉണ്ട് ഇവിടെ. ആപ്പിൾ മൊബൈലിന്റെ പ്ലാന്റ് വരെ. ഏറ്റവും താഴേക്ക് ഞാൻ പോയ തൊട്ടിയാവും, ഞാൻ അങ്ങ് മുകളിലേക്ക് പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്ന അപ്പോൾ ഒരു സിനിമ പറഞ്ഞ പോലെ ഏറ്റവും താഴെയുള്ള ഇഷ്ടിക കളം മുതൽ ഏറ്റവും മുകളിലുള്ള ആപ്പിൾ എന്ന ഇന്റർനാഷണൽ ഭീമന്റെ കമ്പനി വരെ ഇവിടെയുണ്ട്. അവിടെ വേറൊരു എക്സ്പ്രസ് ഹൈവേ പണിയുന്നുണ്ടെന്ന് നമ്മുടെ അസിസ്റ്റൻസ് പറയുന്നു. തുടങ്ങി കഴിഞ്ഞു. അതിപ്പോൾ അടുത്ത 6 മാസം മുമ്പ് ആ പണി അങ്ങ് തീരും. ഇടതുവശത്ത് ഏതാണ്ടൊക്കെ ഉണ്ട്. ഒരു പ്രത്യേകതരം ടാങ്കർ ലോറി, ഒരു പ്രത്യേകതരം ടാങ്കർ ലോറി. 26 ടയറാണ് ആ ഒരു വണ്ടിക്ക് കേട്ടോ. ഞാൻ എണ്ണി, ഈ വണ്ടിക്ക് എത്രയാ? 4, 8, 12, 14, 16, 20 എണ്ണേ ഉള്ളൂ. അയ്യേ, 20 ടയറേ ഉള്ളൂ. 56 ടയറുള്ള വണ്ടി കണ്ട നമുക്ക് 20 ടയർ കാണുമ്പോഴൊക്കെ എന്ത് തോന്നാൻ. ആ 56 ടയറിന്റെ വണ്ടിയുടെ ടയർ കിട്ടിയാൽ മതി, നമുക്ക് ആയുഷ്കാലം അത് വിറ്റ് ജീവിക്കാം, തീറ്റ നിന്ന് ജീവിക്കാം. 56 ടയർ വയ്ക്കുമ്പോൾ എത്ര രൂപയാവും? ഒരു ടയറിന് വേണ്ടാന്ന് പറഞ്ഞാൽ ഒരു 10-50,000 രൂപ അല്ലേ? അപ്പോൾ ഒരു 2 ടയറിന് അത്, അയ്യോ അത് ഭയങ്കര കേട്ടോ. നോക്കേ, ആ വന്ന നോക്കി. ഈ വഴിയുടെ മരണമണി അടുത്ത 1 വർഷത്തിനുള്ളിൽ അടയ്ക്കാനുള്ള വഴിയാണ് സിമന്റ് കട്ട. നോക്കിക്കോ, ഏതാണ്ട് 100 മീറ്റർ വീതിയിൽ വരുന്നു മക്കളെ. 100 മീറ്റർ വീതിയിൽ ചേർത്ത് കാണിച്ചേ. 100 മീറ്റർ വീതിയിൽ ദേശീയപാത അല്ല, എക്സ്പ്രസ് ഹൈവേ.
എക്സ്പ്രസ് ഹൈവേ 100 മീറ്റർ വീതിയിലുള്ള നമ്മളവിടെ ബോർഡ് വെച്ച് ശ്രദ്ധിച്ചായിരുന്നു അല്ലേ? നോക്കിക്കോ ഇപ്പൊ 120-ആണെങ്കിൽ അത്തേക്കട എങ്ങനെ പോകും ദൈവമേ. അപ്പൊ അതായിരിക്കും ബുള്ളറ്റ് എക്സ്പ്രസിന്റെ മുകളില് എന്നാ ഉള്ള ഫ്ലൈറ്റ് അല്ലല്ല, അതാ മറ്റേ ട്രെയിൻ, ബുള്ളറ്റ് ട്രെയിൻ അല്ലെന്നേ. അതിലൂടെ ബുള്ളറ്റ് ട്രെയിനിന്റെ സംവിധാനം മുകളിൽ ഉണ്ടാവുന്ന താഴെ റോഡുള്ളപ്പോ ഫോണ് വെച്ച മുകളിലേക്ക് അത്രയും വീതി അങ്ങോട്ട് പറഞ്ഞ അത്രയും വീതി റോഡിന് വേണ്ട. അപ്പൊ ആ റോഡിന് ഇപ്പൊ 10 കിലോമീറ്റർ ആയാലും ആ വീതി നമ്മൾ കണ്ടു തുടങ്ങിയിട്ട്. അപ്പൊ റോഡിന്റെ മുകളിൽ ആ റോഡിന്റെ നടുക്ക് ഈ ബുള്ളറ്റ് ട്രെയിൻ പോകാനുള്ള സാധനം ആകാശത്തെ മേൽപ്പാലവും 2 ഇടതുവശത്തും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എക്സ്പ്രസ് ഹൈവേ കൂടിയത്. ആ ഹോട്ടലിന്റെ പേരെന്നാ ഒരു വെറൈറ്റി പേരാണ്. അല്ല അർമ്മ പോയതാണോ? വേറെ സ്ഥലത്തോട്ട്. അയ്യോ അത് രസമായിപ്പോയല്ലോ. ഇതല്ലേ ഇപ്പോൾ ഇത് കിടന്ന് ഇങ്ങനെ തുള്ളി കളിക്കാറുണ്ടല്ലേ. രുദ്രാക്ഷ് മിനിറ്റിന്റെ ഹോട്ടലാട്ടോ അല്ലേ? ഒരു ഹോട്ടല് ഒരു ബൊമ്പർ, ഒരു ഹോട്ടല് ഒരു ബൊമ്പർ, ഒരു ബാറ് ഒരു ഹോട്ടൽ. ഗുജറാത്തിലേക്ക് കയറിയിട്ട് ഇതുവരെ ഒരു ബ്രാൻഡി ഷോപ്പ് കണ്ടിട്ടില്ല. പറയുമ്പോ പറയണല്ലോ, അതൊരു പോരായ്മ തന്നെയാണ്. കാരണം എല്ലാം വേണം. അല്ലല്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ബ്രാൻഡി ഷോപ്പിന്റെ പടം കണ്ടോ? നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ പ്രേക്ഷകർ കണ്ടോ? ഞങ്ങളെന്തായാലും ബ്രാൻഡി ഷോപ്പ് വരുമ്പോൾ ഒളിപ്പിച്ചു പിടിക്കാനല്ലോ. ഈ ക്യാമറ ഇങ്ങനെ ഇരുന്നോട്ടെ. ഒരു ബ്രാൻഡി ഷോപ്പ് കണ്ടിട്ടില്ല ഇതുവരെ. എല്ലാവരും ഞങ്ങൾ പറഞ്ഞത് ആലോചിച്ചോ? 2 ദിവസമായിട്ട് ബ്രാൻഡി ഷോപ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോ? എങ്കിൽ അത് ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടല്ല നിങ്ങളോട് ചോദിച്ചത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഗുജറാത്തിലെ മദ്യനിരോധനമാണ്. ഇവിടെ ബ്രാൻഡി ഷോപ്പില്ല, ചാരായ ഷോപ്പില്ല, ഒന്നുമില്ല. മദ്യം ലഭിക്കാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് ഇവിടെയാണെന്ന് ഇതിനു മുമ്പ് വരുമ്പോഴും ഇപ്പോഴും ഒക്കെ അറിയാം. അതുപോലെ തന്നെ ഹൈവേയുടെ, എക്സ്പ്രസ് ഹൈവേയുടെയോ നാഷണൽ ഹൈവേയുടെയോ പരിസരത്ത് നോൺ വെജിൻ്റെ സെയിലും ഇവിടെ ഇല്ല. ഞങ്ങൾ ഒരു കോഴിയിറച്ചി തപ്പി ഈ ഹൈവേയിലൂടെ ഇപ്പോൾ 5-6 ഹോട്ടൽ നോക്കി. ഒത്തിരി ദിവസമായല്ലോ. നേരം ചവണ്ണ കഴിച്ചിട്ട് ഈ റൊട്ടി ഈ സബ്ജിയും അടുത്ത് കാരണം ഒരു കോഴിക്കറി മേടിക്കാൻ നോക്കി പറയുകയാണ്. നാഷണൽ ഹൈവേയുടെ ഉള്ളിൽ നിങ്ങൾക്കിത് കിട്ടില്ല, സിറ്റിക്ക് പുറത്താണ് ഇത് കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ യാത്രക്കിടയിൽ നിങ്ങളെ അറിയിക്കാനുണ്ട്. മീനിൻ്റെ ചാറ് പോലും കിട്ടില്ല. എന്നാൽ ഇറച്ചിയുടെ മീനിൻ്റെ സ്വാദിലുള്ള നല്ല മസാല അടച്ച് നല്ല ഇത് തരും. അത് ആർക്ക് വേണം എന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മളത് സ്വാഗതത്തോടെ മേടിച്ച് കഴിച്ചു. നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് ട്രക്കുകളുടെ ചരക്ക് ഗതാഗതത്തിൻ്റെ, മദ്യനിരോധനത്തിൻ്റെ, അതുപോലെ ഇറച്ചിയുടെ കാര്യം ഒക്കെയാണ്. നല്ലൊരു വീഡിയോയുമായി മടങ്ങിയെത്തുന്നവരെ എല്ലാവർക്കും ബായ്.